മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിനി പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. ഞാൻ മരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊന്നും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല സാറേ. ഞാൻ മരിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ഇത് ചെയ്തിട്ടാ ഇന്നും ഞാൻ പറയണു ഞാൻ മരിക്കാനാ. എന്റെ കയ്യില് വേണമെങ്കില്ല വേറെ ആരും ആഹ്വാനമല്ല. ഇത് എന്റെ നിലപാട്. കുറ്റകൃത്യം ചെയ്യുന്ന സ്ത്രീയെ തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ പറയുന്ന ആളെ ഈ ഫ്ലോറിൽ ഇരുത്താൻ യോഗ്യമാണോ? ഈ ഫ്ലോറിൽ ഇരുത്താൻ യോഗ്യമാണോ? ഒരു ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട്. ഇങ്ങനെയാ പറയുന്ന ആളെ കയ്യോടെ പിടിച്ച് പൂയപ്പുര സെന്ററിൽ ഇടും. താങ്കൾ മാത്രം സംസാരിക്കുന്നത് അവകാശം കൊടുക്കണ്ടേ? താങ്കൾ ഇതൊക്കെ പറയുകയും മറ്റുള്ളവർ അനുവദിക്കാതിരിക്കാൻ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ബലാത്സംഗം. അറിയാമോ സാർ? ഇപ്പൊ പറഞ്ഞു വരുമ്പോ ചേട്ടൻ ഇപ്പോഴും മനുഷ്യത്വം അതാന്ന് വിചാരിച്ചോണ്ടായിരിക്കും ആ ചേട്ടൻ അതിന്റെ ഒഫൻസീവ് എന്താണെന്ന് അറിയില്ല. എന്റെ മാത്രം ആഹ്വാനമല്ല, എന്റെ ചിന്താഗതി ഞാൻ ചിന്താഗതി വീട്ടിൽ വെച്ചോ. അല്ല അത് അല്ല 24 ചെയ്യേണ്ടത് ഇയാൾക്ക് ഒരു കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. നിങ്ങളോടൊന്ന് കേൾക്കും. നിങ്ങൾ നാവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മാത്രം ആലോചിച്ചാലോ പറയൂ. അല്ല ഇങ്ങനത്തെ ചിന്താഗതി ഇത്രയുണ്ടായി. കേരളം മുഴുവൻ അയാൾക്കെതിരെ പ്രതിഷേധിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അങ്ങനെ ഒരാൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൗൺസിലിംഗും ട്രീറ്റ്മെന്റും കൊടുക്കണം. കാരണം അങ്ങനെ ഒരാൾ പൊതുസമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഒരു എതിരിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി ഒരു കുറ്റം ചെയ്യുന്ന പെണ്ണിനെ തന്നെ ബലാത്സംഗം ചെയ്യുന്നത് വളരെ ഭീകരമായ സംഭവമാണ്. അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് അപകടമാണ്. പറ്റത്തുള്ളൂ. നാളെയും ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറയണ എല്ലാം കൂടി കോടതി കൊണ്ട് നാളെ എന്നെ അകത്തിടാനുള്ള പരിപാടി ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് നാളെ ഇത് വെച്ച് ഈ ചർച്ച വെച്ച് ുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് ക്ഷമ, ഞാൻ പറഞ്ഞത് എല്ലാവരും പറയാം. ഞാൻ പറഞ്ഞത് എന്റെ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്, അല്ലാണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നാളെ പോയി എല്ലാ ഒരു സെക്കൻഡ് സാറേ, സഹോദരി സോറി, ഞാൻ ആരെയും താങ്കൾക്ക് ഇതുവരെ ഉള്ള സ്വാതന്ത്ര്യം ഇങ്ങോട്ട് കയറണ്ട. എന്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു മനുഷ്യ സ്വഭാവമുണ്ട്. ഇനി ഇനി പോട്ടെ, ഞാൻ ഇനി ഇങ്ങനെ എന്നെ വിറച്ച് ഞാൻ ആ ജയിലിൽ ഞാൻ ഇങ്ങനെ ഇറന്നോളാം. അത് വിട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, നിങ്ങളെല്ലാം എന്നെ വിമർശിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞേക്കാം എന്റെ ഒരു അഭിപ്രായം സാറേ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.